ഇന്ന് ഞാൻ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കാൻ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് മാത്രം ഇവിടെ ആയിട്ടുള്ളൂ. ഇനി രസം വയ്ക്കണം, ബീഫ് റോസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് എളുപ്പത്തിലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 2 പേരുള്ള നല്ല കഴുകി വെച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ബാക്കി എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം 2 ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. സബോള, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇനി 2 സബോള മുഴുവനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വേവിക്കാൻ മാത്രമായിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ താളിക്കാൻ ചെറിയ ഉള്ളിയാണ് ഇടുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് താളിപ്പുണ്ട്. അപ്പോഴും കുറച്ച് കറി മസാല ഇപ്പോൾ കുറച്ചിടാം. കറി മസാല പൗഡർ, അല്ലെങ്കിൽ ഇറച്ചി തിളയ്ക്കുമ്പോൾ ഒരു ഇറച്ചിയുടെ മണം ഉണ്ടാവില്ല, ഇട്ടു. ഇനി ഇത്തിരി ഉപ്പിടാം. മെയിൻ സാധനം കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില, ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ. അവസാനം നമുക്ക് താളിക്കുമ്പോൾ വേറെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതെല്ലാം കൂടിയിട്ട് നല്ല തിരുമ്മി പിടിപ്പിക്കുക. അത് തിരുമ്മി പിടിപ്പിച്ചാൽ തന്നെ അതിൻ്റെ ഒരു മണം തനിയ നല്ല മണം വരും. നല്ല തിരുമ്മി പിടിപ്പിച്ച് ഞാൻ അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ മൂടിയിട്ട് ഒരു 4 വിസിൽ അടുപ്പിക്കാം. വിസിലടിച്ചെങ്കിൽ ബാക്കി. നമുക്ക് ഈ ബീഫ് വേവുമ്പോഴേക്കും നമുക്ക് ഒരു രസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ. രസത്തിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിയില ആദ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ജീരകം ഒരു നല്ല വലിയ സ്പൂണിൽ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത്തിരി അധികം വെളുത്തുള്ളി ഇടുക കേട്ടോ. രസത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിയിൽ ഈ 4-5 സാധനങ്ങളാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായി ക്രഷ് ചെയ്യണം. വെറുതെ അങ്ങോട്ട് തട്ടിയാൽ പോരാ. ഒന്ന് മിക്സിയിൽ ഒരു ചുറ്റി എടുക്കണം. എന്നാലേ നല്ല രസത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം രസം താളിക്കാം കേട്ടോ. രസം താളിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കടുകിടാം. ചൂടാണെറ്റുമ്പോൾ കടുകിട്ട് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെച്ചില്ല 5 കൂട്ടം ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില. ഇതതിലൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് വഴറ്റുക. അധികം വഴറ്റൊന്നും വേണ്ട, നല്ലൊരു മണം കിട്ടും. അധികം വഴറ്റണ്ട കേട്ടോ. അതിനായിട്ട് മണമൊക്കെ പുറത്ത് എന്താ മണം. ഇപ്പോൾ തന്നെ അവിടെ രസം കുടിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഈ ചോറിന് ഒരു കറിയും അത് ഉപയോഗിക്കുന്ന രസമാട്ടോ. പിന്നെ തിക്കായിരിക്കും, നല്ല രസം ഉണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് കായപ്പൊടി ഇടാം. പെരുങ്കായപ്പൊടി ഇട്ടാ. തീ കുറച്ച് വെച്ചിങ്ങനെ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇപ്പോൾ നമുക്ക്
പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിടാം, എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിടാം. നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. എല്ലാം അലിയിച്ച് കൊടുത്തിട്ട് പുളിവെള്ളത്തിൽ ഉപ്പിട്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ മറന്നു. എല്ലാം പാകാം. ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. പുളിത്തിരി അധികം ഉണ്ട്. ഉപ്പൊക്കെ നല്ല ടേസ്റ്റുള്ള രസം. അത് കുടിക്കാനും നല്ലതാണ്. ഈ വരമിളക താളിക്കണവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് താളിക്കാട്ടോ. ഇത് മിളക് രസം എന്ന് ഞങ്ങൾ പറയും, കുരുമുളക് രസം. അതിനകത്തിടില്ല. പിന്നെ തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പനി ജലദോഷമൊക്കെ വന്നത് ഒരു മരുന്നും കൂടിയാണ്. അതാണ് ഞാൻ തക്കാളി ഇടാത്തത്. ഞങ്ങൾക്ക് തക്കാളി അത് അതിന് ഇഷ്ടമില്ല. ഞങ്ങളിതിങ്ങനെ എന്നും കഴിച്ചിട്ട് ഈ ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. താളിക്കുമ്പോൾ മിളക് ആവശ്യമുള്ളൊരു എരിവ് ആവശ്യമുണ്ടെങ്കിൽ മിളക് 2 കിള്ളിയിട്ടോ. തക്കാളി വേണമെങ്കിൽ ഇപ്പോൾ 2 തക്കാളി അരിഞ്ഞിട്ട് 1 2. ഞങ്ങൾക്ക് തക്കാളി രസത്തിലുള്ളത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ ഇറച്ചി നമ്മളടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇറച്ചിക്ക് ഉള്ളിയരിൻ്റെ പണിയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ രസം ഇവിടെ നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം നമുക്ക്. നല്ല ടേസ്റ്റുള്ള രസം. വീട് മുഴുവൻ മണക്കുത് രസത്തിൻ്റെ. ഇറച്ചിയാണ്, കുക്കറാണ് നമുക്ക് പ്രശ്നം. എന്തായാലും തുറന്ന് നോക്കട്ടെ. അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ കുറച്ച് വെന്തുണ്ട്. വെറുതെ ചട്ടിയിലിരുന്ന് അവിടമാതിരി കണ്ടാണ്, കുക്കർ അടിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് താളിക്കാൻ ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ടാൽ നമുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റിൽ കിട്ടും. കുറച്ച് കഴിഞ്ഞ് ഇറച്ചി ഇതിലിട്ടിട്ട് വഴറ്റിയിട്ട് കഴിക്കുമ്പോൾ ഇറച്ചി ടേസ്റ്റായിട്ട് കിട്ടും. ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചിക്ക്. അതിനാ നീളനിടുന്നത്. പിള്ളേരുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല. പിള്ളേർക്ക് ഇഞ്ചി കടിക്കണമൊന്നും ഇഷ്ടമല്ല. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് ആയുമ്പോൾ ഇത്തിരി കറി മസാല കുറച്ചും കൂടി ഇടണം കേട്ടോ. അപ്പം ഇതിലിട്ടതൊക്കെ മണം പുറത്തേക്ക് പോയി. കുറച്ചുള്ള ഇപ്പോൾ ഇത് കുറച്ച് വഴഞ്ഞുണ്ട്. ഇത്ര വഴഞ്ഞാൽ മതി കേട്ടോ. ഇത്തിരി കറി മസാല ഇടാം. 1 സ്പൂണ് കറി മസാല ഇട്ടു. ചെറിയ ഉള്ളി ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇറച്ചി വേവിച്ച് വെച്ച് ഇറച്ചി വേവിക്കണം. അരക്കിലോ വെന്തോ അപ്പോൾ കുറച്ചായി. അരക്കില്ലല്ലോ, നമുക്കല്ല വേണ്ട രസത്തിന്. കഴിക്കാനും പാടില്ല. ഞങ്ങൾക്ക് റെഡ് മീറ്റൊന്നും കഴിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒന്ന് ഒത്തിരി എന്നിട്ട് കൂട്ടാൻ വയ്ക്കുക. ഞായറാഴ്ച എല്ലാ വീട്ടിൽ നിന്ന് ഇറച്ചിയുടെ മണം വരുമ്പോൾ നമുക്കൊരാഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറച്ചി ബീഫ് പുരട്ടിയത്, അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ്. ഇതിലെ ചെറിയ ഉള്ളി ഇട്ട് നല്ല ടേസ്റ്റാണ് താളിക്കുമ്പോൾ. അതിനാണ് ഇങ്ങനെ ചെറിയ ഉള്ളി ഇടുന്നത്. പിന്നെ ഇത്തിരി തേങ്ങാക്കൊത്തും കൂടി ഉണ്ടെങ്കിൽ എപ്പോഴും ഇടും. ഇന്ന് ഞാൻ കൊത്തി റെഡിയാക്കി വെച്ചിട്ടില്ല. ചിലപ്പോൾ രാത്രി അടിയും. ഇപ്പോൾ വയ്യ, 2 മണിക്ക് ലൈവ് ഉണ്ട്. ഇനി പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചു നോക്കട്ടെ. രസം ഇതിൻ്റെ കൂടെ കഴിച്ചാലേ നമുക്ക് ഇത് ഡൈജസ്റ്റ് ആവും. ഇതിൻ്റെ കൊഴുപ്പൊക്കെ നമുക്ക് മൈനസ് ആവും. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്.